പോലീസിന് നമ്മുടെ ഇന്ന് ഫോൺ പിടിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ടോ? പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഗ്രീവിയസ് ക്രൈംസ് ഒക്കെ നടക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിന് ഫോൺ പിടിച്ച് വാങ്ങിക്കാനായിട്ട് അധികാരമൊക്കെ ഉണ്ട്. അല്ലാതെ വെറ്റി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഫോൺ താടാ എന്നൊന്നും പറയാനുള്ള അധികാരമൊന്നുമില്ല. ഇനി പോലീസ് ഫോൺ കൊണ്ടുപോയി അതിൻ്റെ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടും അവിടെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോടതിയിൽ CRPC 451 പ്രകാരം ഒരു പെറ്റീഷൻ ഇട്ട് നമ്മൾ ഫോൺ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പോലീസുകാരെക്കാളും പ്രശ്നമാണ് ചില സ്കൂളിലും കോളേജുകളിലും അധ്യാപകർ. ഇനി കുട്ടികളുടെ ബാഗിലിരിക്കുന്ന ഫോൺ അറിയാതെ ഒന്ന് റിങ് ചെയ്താൽ പിടിച്ചു വാങ്ങിച്ച് മാസങ്ങളോളം സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഷെൽഫുകളിൽ വെക്കുക, പേഴ്സണൽ കാര്യങ്ങൾ ഫോണിൽ കൂടെ ചെക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ആർട്ടിക്കിൾ 21 ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷനാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അധ്യാപകർ ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ച് വേണ്ട നടപടികളെടുക്കാം. 2-3 തവണ പോലീസ് സ്കൂളും കോളേജും കയറി ഇറങ്ങുമ്പോൾ അധ്യാപകർക്ക് മനസ്സിലാവുന്നതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ മിക്കവരും ഫോൺ ഉപയോഗിക്കുന്നത് സ്കൂളോ കോളേജോ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിരാശരായി നിൽക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള ഒരു ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഫോണാണ്. ആ സമയത്ത് ഫോൺ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് നേരത്തെ പറഞ്ഞ് സാങ്ഷൻ വാങ്ങിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഫോൺ കൊണ്ടുപോകാനുള്ള അവകാശം തരണമെന്ന് ആ അധികൃതരോട് ആദ്യമേ പറയുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം റിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കപ്പെട്ടാലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടത്. അധ്യാപകർ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരേണ്ട ആൾക്കാർ ഇതേപോലെ നിയമലംഘനം നടത്തിയാൽ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് നിയമം പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം മധുരിക്കും പിന്നെ കയ്ക്കും.